ഇവിടെ സർവീസ് റോഡിൻ്റെ മുകളിലൊക്കെ ഫുള്ള് വെള്ളം നിൽക്കുക കേട്ടോ. ഇവിടെയൊക്കെ ഇനി ബാക്കിയുള്ള വർക്കുകളൊക്കെ നടക്കാണ്ട്. ഇതൊക്കെ മഴക്കാലത്ത് എന്തെങ്കിലുമൊക്കെ ഡ്രെയിനേജിലൊക്കെ വെള്ളം പോവുമോ? ഈ ഒരു ലെവലിൽ ഡ്രെയിനേജിൻ്റെ ലെവലിൽ ടാറിങ് കഴിഞ്ഞാൽ തന്നെ വീണ്ടും വെള്ളം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH-66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് നമ്മുടെ വടകര റീച്ച്, കോഴിക്കോട് വടകര റീച്ചിൽ പൊയിൽക്കാവ് ഭാഗത്താണുള്ളത്. പൊയിൽക്കാവ് ഭാഗത്തെ വീഡിയോ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഫോളോവർ നിരന്തരം ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. പൊയിൽക്കാവ് ആൻഡ് ചേമഞ്ചേരി ഭാഗത്തുള്ള കാഴ്ചകൾ. പൊയിൽക്കാവ് ഭാഗത്തുള്ള അണ്ടർപാസ് ആട്ടോ, 4 മീറ്ററോളം ഹൈറ്റുള്ള അണ്ടർപാസ്. കുഴപ്പമില്ല, 4 മീറ്റർ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹൈറ്റുള്ളൊരു അണ്ടർപാസ്സാണ്. അത്യാവശ്യം വലിയ ലോറികൾക്കും ബസ്സുകൾക്കൊക്കെ പോകാൻ പറ്റിയൊരു അണ്ടർപാസ്. വലിയ സ്ലീപ്പിംഗ് ബസ്സുകൾക്ക് അത്ര ഹൈറ്റ് പോകാൻ പറ്റും തോന്നുന്നില്ല, എന്നാലും വലിയ വാഹനങ്ങൾക്കൊക്കെ പോകാൻ പറ്റിയൊരു ഹൈറ്റുള്ള അണ്ടർപാസ്സാണ്. നല്ല വീതിയുണ്ട് കേട്ടോ, ഒരു 10-12 മീറ്റർ വീതിയുണ്ട്. ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഫുള്ള് ടാറിങ്ങൊക്കെ കഴിഞ്ഞതാണ്. ഇതൊക്കെ കുറേ മുമ്പേ കഴിഞ്ഞതാണ്. ഇനി ആ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ടോ, അതൊന്ന് പോയി വെക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അണ്ടർപാസിൻ്റെ ഉള്ളിൽ ഫുള്ള് പാർക്കിംഗ് ആണ്. ഇതൊക്കെ 2 ഭാഗത്തുള്ള സർവീസ് റോഡും എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർപാസിലുള്ള പാർക്കിങ്ങുകളൊന്നും നടക്കില്ല കേട്ടോ. അണ്ടർപാസുകളിലൊന്നും ബൈക്കോ ഒരു വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ പാടില്ല. ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുള്ളൂ കേട്ടോ. ഒക്കെ കിളച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് കുറേ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കാനുള്ളത്. ചേമഞ്ചേരി ഏരിയയിൽ ഈ ഭാഗത്തുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മണ്ണൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് CTSP മിക്സിംഗ് ഒക്കെ ഇടാനുള്ള പരിപാടി. ഹൈറ്റൊക്കെ റെഡിയാണ്. ഇനി ടാറിങ് വടകര റീച്ചിൽ ഫുള്ള് മഴക്കാലത്തിന് മുമ്പ് സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞാൽ തന്നെ ഉഷാറാണ്. കുഴപ്പമില്ല, വടകര റീച്ച് അത്യാവശ്യം വർക്കൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. ഏതായാലും വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ പൊയിൽക്കാവിൻ്റെ മുകളിൽ അണ്ടർപാസിൻ്റെ മുകളിലെ കാഴ്ച കാണിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ ഈ സർവീസ് റോഡിലെ ഡ്രെയിനേജിൻ്റെ ഈ സ്ലാബിനെ കുറിച്ച് കാണും. ഇതെല്ലാവരും ഡ്രെയിനേജിൻ്റെ മുകളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ടങ്ങൾ ഇത് ശരിക്കും സാധാരണ നമ്മൾ ഡ്രെയിനേജിൻ്റെ സൈഡായിട്ട് സ്ലാബ് ഇത് അവിടെ തള്ളി കിടക്കുന്നുണ്ട്. ഇതുവരെ ഒരു പീസായിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ അവിടെ വെച്ച് വാർക്കുന്ന, അതിൻ്റെ ഇടയിൽ വരെ ഒരു പീസ് വെക്കുന്നതാണ്. ഇങ്ങനെ തള്ളിയിട്ട് ഒരു തല വീണ് പോകുന്ന കാഴ്ച പല ഭാഗത്തും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഏരിയയിലേക്ക് വലിയ വലിയ വാഹനങ്ങളൊക്കെ കയറ്റുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ലാബ് വലിയ വാഹനത്തിൻ്റെ ആ ഒരു വെയിറ്റ് അവിടെ വരുമ്പോൾ സ്ലാബ് അങ്ങോട്ട് തള്ളാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ മുമ്പ് ഒരുപാട് വട്ടം പറഞ്ഞതാണ്. അപകടത്തിൽ പെടുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാട്ടോ വീണ്ടും ഇങ്ങനെ കാണിക്കുന്നത്. നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് എത്തി. ഇവിടെയുള്ള വർക്കിൻ്റെ കാഴ്ചകളാട്ടോ. അണ്ടർപാസിൻ്റെ സ്ലാബൊക്കെ ഒന്നോ ഭാഗത്ത്, അതിന് ശേഷമായിട്ട് നമ്മുടെ റോഡും അപ്രോച്ച് റോഡും അണ്ടർപാസും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന വർക്കുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മണ്ണിട്ട് ഈ നമ്മുടെ പ്ലെയിൻ ബ്ലോക്കിൻ്റെ കെട്ടിൻ്റെ മുകളിലേക്ക് സ്ലാബ് ജോയിൻറ്റ് ചെയ്യുന്ന കമ്പിയൊക്കെ കിട്ടുന്ന കാഴ്ചകളാണ് കാണുന്നത്. ആ ഭാഗത്തുള്ള കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തിന് ഇത് കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്യാം. മറ്റേ ഭാഗത്തു കൂടി വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട്. ആ ഭാഗത്തു കൂടെ കുറേ കാലമായിട്ട് അതിലെ സൈഡിൽ കൂടെ വാഹനങ്ങൾ പോയിരുന്നു. ആ പഴയ ടാറിങ്ങൊക്കെ അവർ പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ പാതൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത്. അണ്ടർപാസിൻ്റെ മുകളിലത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളൊക്കെ ഇതിലേ പോകും കേട്ടോ. ഇവിടെ ഡിവൈഡറിൻ്റെ ഭാഗത്ത് കുറച്ച് ടാറിങ് ചെയ്യാനുണ്ട് അല്ലേ. അവിടെ ചെറിയൊരു ഭാഗം ടാറിങ് ചെയ്യാണ്ട്, ബാക്കിയൊക്കെ ടാറിങ് കറക്റ്റ് കഴിഞ്ഞതാട്ടോ. ഇനി നമുക്ക് ചേമഞ്ചേരി എന്നാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് തന്നെയല്ലേ ചേമഞ്ചേരി എന്ന് പറയാല്ലേ. ആ ഭാഗത്ത് വർക്ക് കുറച്ച് നടക്കാണ്ട് സർവീസ് റോഡിൻ്റെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതാണ് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ, ഒരു ലോക്കൽ സ്റ്റേഷനാട്ടോ. ചെറിയ ലോക്കൽ വണ്ടികൾ നിർത്താറുണ്ടപ്പോൾ
എന്തായാലും ഈ ഭാഗത്തുള്ള വർക്കിൻ്റെ കാഴ്ചകൾ കൂടിയും കാണിച്ചു തരാം. ഈ ഭാഗത്താണ് സർവീസ് റോഡിൻ്റെ വർക്ക് മൊത്തം നടക്കാനുള്ളത് കേട്ടോ. ഇവിടെ സർവീസ് റോഡ് കുറച്ച് ഭാഗമൊക്കെ ടാറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭാഗമൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിച്ചു, ടാറിങ് ഒക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗങ്ങൾ ടാർ ചെയ്യാണ്ട് 6 വരിപ്പാത കണ്ടില്ലേ, ആ ഭാഗത്തുള്ള സർവീസ് റോഡ് കുറച്ച് ടാറിങ് ഒക്കെ കഴിഞ്ഞതാണ്. അതിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. 6 വരിപ്പാത അങ്ങനെ ലൈൻ ഇതാ, ഇതിൻ്റെ നടുക്കൊരു ലൈൻ ഇടാണ്ട് കേട്ടോ. ലൈൻ ഇട്ട് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ തോന്നുന്നു. ഇവിടെയൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് നിൽക്കാം കേട്ടോ. നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ മുകളിലൊക്കെ പെയിൻറ്റിങ് വരെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ എന്താ സർവീസ് റോഡിൻ്റെ മുകളിൽ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അവിടെയൊക്കെ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് കംപ്ലീറ്റ്. ഇവിടെ സർവീസ് റോഡിൻ്റെ മുകളിലൊക്കെ ഫുള്ള് വെള്ളം നിൽക്കുക കേട്ടോ. ഇവിടെയൊക്കെ ഇനി ബാക്കിയുള്ള വർക്കുകളൊക്കെ നടക്കാണ്ട്. ഇതൊക്കെ മഴക്കാലത്ത് എന്തെങ്കിലുമൊക്കെ ഡ്രെയിനേജിലൊക്കെ വെള്ളം പോവുമോ? ഈ ഒരു ലെവലിൽ ഡ്രെയിനേജിൻ്റെ ലെവലിൽ ടാറിങ് കഴിഞ്ഞാൽ തന്നെ വീണ്ടും വെള്ളം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഡ്രെയിനേജിൻ്റെ വെള്ളമൊക്കെ ആ ഭാഗത്തേക്ക് ഒഴുകി പോകണ്ടേ. ഡ്രെയിനേജ് ആകെ 2-3 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പം അത്രയും ഒരു ഈ ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഹൈറ്റ് കൂടിയ ഭാഗം 6 വരിപ്പാത ഈ ഭാഗത്ത് പൊങ്ങിയൊരു ഭാഗം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി ടാറിങ് കഴിഞ്ഞാലും വെള്ളം ഡ്രെയിനേജിലൊക്കെ പോകണം. അതൊക്കെ ആ ഡ്രെയിനേജിലൂടെ അങ്ങോട്ട് പുറം ഭാഗത്തേക്ക് അങ്ങോട്ട് പോകണം. അതെനിക്കിവിടെ ഇങ്ങനെ കണ്ടിട്ട് തോന്നില്ല കേട്ടോ. ഏതായാലും സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞാൽ മഴക്കാലമായാൽ മനസ്സിലാവും അത് എന്തൊക്കെയാണെന്നുള്ളത്. ചാമഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലൂടെ നിർത്താതെ പോകുന്ന ഒരു ട്രെയിൻ അതാ പോകുന്നു. ഏതാ ട്രെയിൻ അറിയില്ല. ഏതായാലും ഈ 6 വരിപ്പാതയിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ചെങ്ങോട്ടുകാവ് വരെയുള്ള റോഡ് ഫുൾ ടാറിങ് കേട്ടോ. 6 വരിപ്പാത ഫുൾ ടാറിങ് ആണ്. സർവീസ് റോഡിൽ കുറച്ച് മുമ്പോട്ട് പോയിട്ട് ചെറിയ വർക്കുകളൊക്കെ നടക്കാണ്ട്. സർവീസ് റോഡിൻ്റെ കുറച്ച് വർക്കുകളും കൂടിയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെങ്ങളം മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള വർക്ക് ഓക്കെ ആണ്. വടകര റീച്ചിൽ ടാറിങ് ഒക്കെ ഏകദേശം ഫിനിഷിംഗ് ആണ്. ചില്ലറ വർക്ക് എല്ലാ ഭാഗത്തു കൂടി ടാറിങ് 6 വരിപ്പാതിൻ്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏതായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ഭാഗം ഫുൾ ഓക്കെ ആകും. സർവീസ് റോഡിൻ്റെ ചില്ലറ വർക്ക് കൂടി ഉണ്ടാവുള്ളൂ. 6 വരിപ്പാത ഫുൾ ഓക്കെ ആകും. അങ്ങനെ ഒരു ഭാഗം ഓക്കായി കഴിഞ്ഞാൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് കുടിഞ്ഞാലും 6 വരിപ്പാതയിലൂടെ ഉഷാറായിട്ട് യാത്ര ചെയ്യാം. ഇനി ഇവിടെ ഒന്നും കുടുങ്ങണ അവസ്ഥ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഏത് ഭാഗത്തുകൂടി 6 വരിപ്പാതയിൽ കണ്ട് കയറിയാൽ യാത്ര പോകാം. സർവീസ് റോഡിൻ്റെ വർക്കേ ഉള്ളൂ ഇനി ഇവിടെ നടക്കാനുള്ളത്. പൊയിൽക്കാവ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു സൈഡ് വാളിൻ്റെ വർക്ക് നടക്കാണ്ട് ചെറിയൊരു പീസ് ഇതാണ്ടാ. ഇതുവരെ നമ്മുടെ 6 വരിപ്പാതയിലേക്ക് കയറുന്നൊരു ഭാഗമായിരുന്നു. ഇപ്പോൾ അത് അവരവിടെ ഒഴിവാക്കി. ഇനി ഇവിടെ നിന്ന് നേരെ ചെങ്ങോട്ടുകാവിലേക്കുള്ള യാത്ര കേട്ടോ. അപ്പോൾ ഇനി ഈ ഭാഗത്തുള്ള ഇങ്ങോട്ട് കയറുന്ന ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സൈഡ് വാളിൻ്റെ കോൺക്രീറ്റും ബാക്കിയുള്ള ടാറിങ്ങുകളൊക്കെയാണ് കഴിയാനുള്ളത് ഇവിടെ. അവിടുന്ന് ഇങ്ങോട്ടുള്ള സർവീസ് റോഡിലൂടെയുള്ള യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വർക്ക് ഫസ്റ്റ് ടാറിങ് ഒക്കെ അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ടാറിങ് ഫൈനൽ ടാറിങ് ഒന്നും ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഫൈനൽ ടാറിങ് ചില ഭാഗത ഈ ഭാഗത്ത് ഫൈനൽ ടാറിങ് കഴിഞ്ഞാണല്ലോ. ഇതെന്താ അവിടെ ഒരു കുയ്യൊക്കെ താന്നു പോയോ? ഇതൊക്കെ ഫൈനൽ ടാറിങ് കഴിഞ്ഞ ഏരിയ കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ എത്രത്തോളം ഭാഗം കഴിഞ്ഞോ നോക്കാം നമുക്ക്. സർവീസ് റോഡ് വർക്ക് ഇങ്ങനെയാണ്. ഒരു 6 മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡ്, ബാക്കി ഡ്രെയിനേജിൻ്റെ ഭാഗം. ശരിക്കും 6 മീറ്ററിൻ്റെ വീതി ആയിട്ട് ബാക്കി ഒരു 1.5 മീറ്റർ ഡ്രെയിനേജ്. 6 മീറ്ററിനെ കറക്റ്റ് ടാറിങ് വേണം. 6 മീറ്റർ ചില ഏരിയകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഉയരത്തിൽ പോകാത്ത ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ 6 മീറ്റർ സർവീസ് റോഡ് കറക്റ്റ് കിട്ടുന്നുണ്ട്. 6 അല്ല 8 മീറ്റർ 1.5 മീറ്റർ 8 മീറ്ററോളം
8 മീറ്ററാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. പക്ഷേ വലിയ ഉയരമുള്ള റോഡൊക്കെ വരുമ്പോൾ ചെരിഞ്ഞ ഭാഗമൊക്കെ വരുമ്പോൾ റോഡിൻ്റെ വീതിയിൽ മാറ്റം വരും. മുകളിലെ 6 വരിപ്പാത അവരൊരിക്കലും വീതി കുറയ്ക്കില്ല കേട്ടോ. അപ്പോൾ അടിയിലേക്ക് ചെരിഞ്ഞിട്ടുള്ള റോഡാകുമ്പം അവരതിനനുസരിച്ചുള്ള സർവീസ് റോഡ് വീതി കുറയും. ചില ഏരിയകളിൽ മൊത്തം 44 മീറ്ററല്ലേ ഉള്ളൂ. 60 മീറ്ററാണ് എല്ലാ ഏരിയയിലും. കേരള, ഗോവ 2 സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ബാക്കി കർണാടക, മുംബൈ ഏരിയയിലൊക്കെ, മഹാരാഷ്ട്ര മൊത്തം 60 മീറ്റർ വീതിയിലാണ് 6 വരിപ്പാത പോകുന്നത്. ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഫുൾ ഫിനിഷിംഗ് ആണ്. നമ്മളിവിടെ ചെങ്ങോട്ടുകാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ഈ സൈഡ് ആറി ബ്ലോക്കിൻ്റെ ഇവിടെയും നല്ല കളർ അടിക്കണം അല്ലേ, പെയിൻറ്റ് കളറ്. നല്ല ഈ പൂപ്പ് പിടിച്ചിട്ട് വൃത്തികേടാണ് ഇതൊക്കെ അവിടെ പോയി കിട്ടും. കുറച്ച് ഇങ്ങനെ അടിക്കാന്നുണ്ടെങ്കിൽ കുറച്ച് ഏരിയ ഉണ്ടാവും. അതിനും വേണ്ടിയില്ലാണ്ട് അടിച്ചാൽ സംഭവം ഉഷാറായി. നീലന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പം ചെങ്ങോട്ടുകാവ് എത്തി സുഹൃത്തുക്കളെ. ചെങ്ങോട്ടുകാവ് അങ്ങോട്ടുള്ള കാഴ്ച വേറെ വീഡിയോയിൽ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഈ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.